ബാർകോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രിയെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വകുപ്പ് കയ്യിലുണ്ടോ എന്ന് എം പി രാജേഷ് പരിശോധിക്കണം. എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ടൂറിസം മന്ത്രിയാണെന്നും സതീശൻ പറഞ്ഞു. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിന്റെ അധികാരങ്ങൾ കവർന്നെടുത്ത് ഈ കേസിലെല്ലാം ഇടപെടുകയാണ്. സ്വന്തം വകുപ്പിൽ നടക്കുന്നത് അദ്ദേഹം അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ നാണക്കേടാണ്. ചീഫ് സെക്രട്ടറി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. അബ്കാരി പോളിസിയിലുള്ള ചേഞ്ച്. ടൂറിസം സെക്രട്ടറിക്ക് എന്താ കാര്യം? ടൂറിസം സെക്രട്ടറിയുടെ ജോലിയല്ല. അപ്പൊ മന്ത്രി രാജേഷ് പറയട്ടെ, അദ്ദേഹത്തിന്റെ വകുപ്പ് ഇപ്പോൾ ഉണ്ടോ, കയ്യിലുണ്ടോ, അല്ലെ വേറെ ആരെങ്കിലും കയ്യിലിരിക്കണേ? എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി. രഞ്ജിത്ത്, പ്രതിപക്ഷ നേതാവ് എക്സൈസ് മന്ത്രിയെ വിമർശിക്കുകയാണ്. വകുപ്പ് കയ്യിലുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കണം, കൈകാര്യം ചെയ്യുന്നത് മുഹമ്മദ് റിയാസ് ആണ് എന്നാണ് ധ്വനിപ്പിക്കുന്നത് സതീശൻ. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? നികേഷ്, ഇതിൽ മുഹമ്മദ് റിയാസിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അതിൽ പരിഹാസം എക്സൈസ് മന്ത്രിക്കാണെന്ന് മാത്രം. കാരണം ഈ ഡ്രൈ ഡേ മാറ്റുന്നതിനും അബ്കാരി നയത്തിൽ മാറ്റം വരുത്തുന്നതിനുമൊക്കെ തിടുക്കം മുഹമ്മദ് റിയാസിനാണെന്നും എക്സൈസ് വകുപ്പിനെ ടൂറിസം വകുപ്പ് ഹൈജാക്ക് ചെയ്തതുമൊക്കെ പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപിക്കുകയും ചെയ്തിരുന്നു. ആ ആരോപണം വീണ്ടും അദ്ദേഹം ഇവിടെ പറയുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് ഈ എക്സൈസ് മന്ത്രി ഒന്ന് പരിശോധിക്കണം, എക്സൈസ് വകുപ്പ് പൂർണ്ണമായും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടോ അതോ ടൂറിസം മന്ത്രി കൊണ്ടുപോയോ എന്ന കാര്യം എന്നുള്ളത്. അതായത് ഇപ്പോൾ നടക്കുന്ന എല്ലാ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ടൂറിസം മന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം.